നാട്ടിലിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണല്ലേ? എന്താണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്? എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? എത്ര പഞ്ചായത്തുകളുണ്ട്? എത്ര വാർഡുകളുണ്ട്? എന്താണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ? ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകില്ല അല്ലേ? വിശദീകരിക്കാം. നമസ്കാരം, സൂക്ഷ്മദർശിനി എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ 1994 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എലക്ഷൻ എന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ LSGE പറയാറുണ്ട്. അതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായ തദ്ദേശ സർക്കാരുകളായി മാറുന്നതും കാണപ്പെടുന്നു. 1995 ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും 1996-2001 കാലഘട്ടത്തിൽ നയനാർ സർക്കാർ ആരംഭിച്ച ജനകീയാസൂത്രണം വഴിയാണ് കുറച്ചുകൂടെ ശക്തമായി പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതിനെ ത്രിതല പഞ്ചായത്ത് രാജ് എന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് തദ്ദേശ സ്ഥാപനവും സ്ഥാപനങ്ങളുടെ എണ്ണവും വിശദീകരിക്കാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. കേരളത്തിൽ ആകെ 1200 സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളുമാണ് നിലവിൽ ഉള്ളത്. 2025 പുതിയ വിഭജന കണക്കുകൾ പ്രകാരം മൊത്തം 23,612 വാർഡുകളാണ് കാണപ്പെടുന്നത്. അതിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 20,014, മുനിസിപ്പാലിറ്റിയിൽ 3,241, കോർപ്പറേഷനുകളിൽ 421 പുതിയ വിഭജന കണക്കുകൾ പ്രകാരം കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് വാർഡുകൾ ഉള്ളത് വയനാട് ജില്ലയിലുമാണ്. അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിലെ 35 വാർഡുകൾ മാറ്റി നിർത്തിയതായി കാണപ്പെടുന്നു. 2020 കണക്ക് പ്രകാരം 74,899 സ്ഥാനാർത്ഥികൾ ആണ് മത്സരിച്ചിട്ടുള്ളത്. അതിൽ ആകെ വാർഡുകൾ 21,865 എണ്ണവും അത്രയും വാർഡ് മെമ്പർമാരും ഉണ്ടായിരുന്നു. ഇനി ത്രിതല പഞ്ചായത്തായി എങ്ങനെയാണ് കൂടിച്ചേരുന്നത് എന്ന് നോക്കാം. ഗ്രാമ, ബ്ലോക്ക്, ജില്ല, വില്ലേജ് ലെവൽ ഇവ പരസ്പരം വികസന പ്രവർത്തനങ്ങൾക്കായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മെമ്പർമാരും പ്രസിഡന്റുമാരുമാണ് ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. ഇനി നമുക്ക് എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് നോക്കാം. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന ഭൂപ്രദേശങ്ങളെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഗ്രാമപഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രധാന ചുമതലകൾ ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് പഞ്ചായത്തുകൾ എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ആയി മാറുന്നത് എന്ന് നോക്കാം. ഒന്നിലധികം ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നഗരസഭയായി കണക്കാക്കുന്നത്. പ്രധാനമായും അവയുടെ ജനസംഖ്യ, വരുമാനം, നഗര സ്വഭാവം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഇനി ഇവയ്ക്ക് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി പദവി ആയി ലഭിക്കുന്നത് എന്ന് നോക്കാം. കൂടുതൽ ജനസാന്ദ്രത, ഉയർന്ന നികുതി വരുമാനങ്ങൾ, നഗര സ്വഭാവമുള്ള ജോലികൾ, വിദ്യാഭ്യാസങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, ആശുപത്രികൾ, ബാങ്കുകൾ, നഗര സൗകര്യങ്ങൾ ഇവയെല്ലാം വികസിതമായിരിക്കും. ഇനി നമുക്ക് കോർപ്പറേഷൻ എന്താണെന്ന് നോക്കാം. മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്ന അതേ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളിലൂടെയും കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. ഇവ മെട്രോ സിറ്റി പ്രദേശങ്ങളായി കണക്കാക്കുന്നു. നഗരസഭയേക്കാൾ കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടുതൽ സാമ്പത്തിക ഇടപാടുകളും അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ ഇവയെല്ലാം വലിയ രീതിയിൽ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഇതുപോലത്തെ വലിയ നഗരങ്ങൾ. ഇപ്പോൾ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തും നഗരസഭയും കോർപ്പറേഷനും ഒരു ധാരണ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവയുടെ ഭരണ ചുമതലകൾ എന്താണെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്ത് പൊതുജനാരോഗ്യം, പൊതുസ്ഥലങ്ങൾ വൃത്തി ഉറപ്പാക്കൽ, മാലിന്യ സംസ്കരണം.
റോഡുകൾ, പാലങ്ങൾ, നടപ്പാതകൾ നിർമ്മിക്കുകയും പരിപാലനവും. വിദ്യാഭ്യാസ മേൽനോട്ടവും സാക്ഷരതാ പരിപാടികൾ നടപ്പിലാക്കുകയും. ജലാശയങ്ങൾ സംരക്ഷിക്കുകയും ശുദ്ധജല വിതരണം നടപ്പിലാക്കുന്നു. സാമൂഹിക സുരക്ഷ, പെൻഷനുകൾ, തൊഴിലുറപ്പ് എന്നിവ നടത്തിപ്പിൽ പങ്കുവഹിക്കുന്നു. കൃഷി, മൃഗസംരക്ഷണം, പ്രാദേശിക കാർഷിക വികസനത്തിന് സഹായം നൽകുന്നു. ജനന മരണ രജിസ്ട്രേഷനുകളും നടത്തിക്കൊടുക്കുന്നു. അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ സഹായവും പണവും നൽകുക, അവയ്ക്ക് വേണ്ട പ്ലാനുകൾ നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുക, ആരോഗ്യ സാമൂഹിക സേവനങ്ങൾ എന്നിവയെ പരിപാലനം ചെയ്യുക. ഇവയൊക്കെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അടുത്തത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. നഗരാസൂത്രണവും മാസ്റ്റർ പ്ലാനുകളും. ഗ്രാമപഞ്ചായത്തുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ വലിയ രീതിയിലും ചെറിയ മാറ്റങ്ങളിലൂടെ ഇവ പ്രവർത്തിക്കുന്നത്. അതിൽ പ്രധാന വ്യത്യാസം മുനിസിപ്പാലിറ്റി ചെറിയ സിറ്റിയും കോർപ്പറേഷൻ വലിയ സിറ്റിയും ആയിരിക്കും. ഉദാഹരണത്തിന് വലിയ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, എയർപോർട്ടുകൾ, മൊത്ത സിറ്റിയിലെ പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ ആയിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജലം, വൈദ്യുതി ഇവയൊക്കെ നിർമ്മിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നഗരസഭയും കോർപ്പറേഷനും അതിൻ്റേതായ മാറ്റങ്ങളോടെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവയുടെ ഭരണ ചുമതലകൾ. ഇനി നമുക്ക് ഇവയുടെ വരുമാന മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഓൺ റവന്യൂ സോഴ്സസ് അഥവാ സ്വന്തം വരുമാനം. നികുതി വരുമാനം. വസ്തു നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി. നികുതിയേതര വരുമാനം. ഫീസുകൾ, പിഴകൾ, വാടക, പലിശ ഇതൊക്കെയാണ് പ്രധാന വരുമാനങ്ങൾ. എങ്കിലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രാദേശിക വികസനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകാറുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വഴിയാണ് സഹായങ്ങൾ ലഭിക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മഹാത്മാഗാന്ധി പദ്ധതികൾ വഴിയും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവയുടെ പ്രവർത്തനങ്ങളും ഭരണ ചുമതലകളും എന്നിവയെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയല്ലോ. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക.